കോതമംഗലത്തെ ആദിവാസി സമൂഹത്തിൻ്റെ പുരാതനാചാരമായ പായസ പൂജ നടന്നു. ക്ണാച്ചേരി വനത്തിലെ പായസപ്പാറയിലാണ് ഭക്തിസാന്ദ്രമായി പായസ പൂജ നടന്നത്. കാടും ഭക്തിയും വിശ്വാസവും ഒത്തുചേർന്ന ചടങ്ങിൽ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളാണ് പങ്കെടുത്തത്. കാടും വിശ്വാസവും ഒന്നിക്കുന്ന ഒരപൂർവ കാഴ്ച. ആദിവാസി സമൂഹത്തിന്റെ കൺകണ്ട ദൈവമായ ഡാത്താട്ടമ്മയുടെ പ്രീതിക്കായി തലമുറകളായി തുടരുന്ന ആചാരമാണിത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികളാണ് പായസ പൂജയിൽ പങ്കെടുത്തത്. ക്ണാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പായസപ്പാറയിലായിരുന്നു ചടങ്ങുകൾ. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ഈ പാറയിലേക്കാണ് വിശ്വാസികൾ ആദ്യമെത്തുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാസാദ്വാരങ്ങളാണെന്നാണ് സങ്കല്പം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി വിളക്ക് വെക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ചടങ്ങുകൾ പായസം വെക്കുക, നിവേദ്യം അമ്പലത്തിൽ വെച്ച് പൂജിക്കുക, പിന്നെ കാട്ടുകഴിഞ്ഞ് ഭക്ഷണമായിട്ട് പണ്ട് ഇത് ഞങ്ങൾ ഭക്ഷണമില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് കാട്ടുകഴിഞ്ഞ് ചുറ്റിട്ട് അതിട്ടാണ് ഭക്ഷണമാക്കി ദേവിയെക്കൊണ്ട്. കാടിന്റെ നടുവിലെ പാറപ്പുറത്തൊരുക്കിയ അടുപ്പിൽ അരിപ്പായസമാണ് ദേവിക്ക് നിവേദ്യമായി തയ്യാറാക്കുക. ഒപ്പം തിന്നിക്കിഴങ്ങും ചുട്ടെടുക്കും. വിവിധ ഊരുകളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് പൂജയിൽ പങ്കെടുക്കുന്നതാണ് ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഷങ്ങൾക്ക് മുമ്പ് ക്ണാച്ചേരി ഉള്ളനന്നി ഭാഗത്ത് വളരെയധികം ആളുകൾ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് തുടങ്ങി വെച്ചതും ആദിമകാലത്ത് ആദിവാസികൾ പൂജകൾക്കും മറ്റുമായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നു. ഒട്ടേറെ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ കുടികളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന ഈ മനോഹരമായ ഉത്സവത്തിന് എല്ലാ വർഷവും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പായസം ഉണ്ടാക്കുന്നതും എല്ലാവരും ചേർന്നാണ്. പായസത്തിൽ ചേർക്കാനുള്ള തേങ്ങയും ശർക്കരയും ഒരിടത്തൊരുക്കുമ്പോൾ മറ്റൊരു സംഘം അടുപ്പുകൂട്ടി അരി വേവിക്കുന്ന തിരക്കിലാകും. മറ്റൊരു കൂട്ടർ കൊട്ടി, ഉറുമിഴി, കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് താളമേളങ്ങൾ ഒരുക്കും. നൃത്തവും പാട്ടും ചെണ്ടമേളവും എല്ലാം കൂടിയാകുമ്പോൾ കാടൊരു ഉത്സവ പ്രതീതിയിലായി മാറും. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പായസ പൂജയിലൂടെ കൈവരുമെന്നാണ് ഇവരുടെ വിശ്വാസം. ജനം, കൊച്ചി.